My dear students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5.3 എക്സസൈസിലെ റിമൈനിങ് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനേക്കാൾ മുന്നേ നമ്മൾ ലാസ്റ്റ് ഡേ പഠിച്ച ഫോർമുലാസ് ഒന്നും കൂടി ജസ്റ്റ് റിമൈൻഡ് ചെയ്യും. ഏതായിരുന്നു ഫോർമുലാസ് നമ്മൾ പഠിച്ച nth ടേം കാണാനായിട്ട് ഫോർമുല പറഞ്ഞ an ഈസ് ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അതുപോലെ നമ്പർ ഓഫ് ടേംസ് കാണാനായിട്ട് ഫോർമുല ഏതായിരുന്നു n ഈസ് ഈക്വൽ ടു l മൈനസ് എ ബൈ ഡി പ്ലസ് 1. സമ്മ് കണ്ടുപിടിക്കാനായിട്ട് രണ്ട് ഫോർമുലാസ് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. നെക്സ്റ്റ് Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു a പ്ലസ് എൽ. ഇത്രയും ഫോർമുലാസാണ് നമ്മൾ ഇതുവരെ പ്രധാനമായിട്ട് പഠിച്ചത്. ഈ ഫോർമുലാസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്തിരുന്നത്. അതിൽ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. 5.3 എക്സസൈസ് തേർഡ് മെയിൻ ക്വസ്റ്റ്യനിലെ 7th ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 7th സബ് ക്വസ്റ്റ്യൻ. A is equal to 8. An is equal to 62. Sn is equal to 210. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഫൈൻഡ് n ആൻഡ് d. നിങ്ങൾക്ക് n ഉം d യും കണ്ടുപിടിക്കണം. ഈ രണ്ട് ടേംസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം n പറഞ്ഞ മറ്റൊരു പേരാണ് ഏത് l എന്ന് പറയാം അല്ലേ. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു nth ടേം എന്ന് പറയുന്നത് തന്നെയാണ് l, ലാസ്റ്റ് ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എത്രയാ? 62 ആണ് അല്ലേ. ഫസ്റ്റ് ടേം ആണ് 8. അപ്പോൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടുള്ളത് കൊണ്ട് നമുക്കിവിടെ സമ്മ് കാണാനായിട്ട് സമ്മും തന്നിട്ടുണ്ട് അല്ലേ. സമ്മ് കാണാനായിട്ട് ഒരു ഫോർമുല ഉണ്ടായിരുന്നു. ഏത് ഫോർമുല? Sn is equal to n/2 ഇൻറ്റു എ പ്ലസ് എൽ. അങ്ങനെ ഒരു ഫോർമുല പറഞ്ഞു അല്ലേ. Sn is equal to n/2 ഇൻറ്റു എ പ്ലസ് എൽ. ആ ഫോർമുല നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ആണെങ്കിൽ എന്തായിരിക്കും വരിക? n/2 ഇൻറ്റു എ പ്ലസ് എൽ. ഇതാണ് Sൻ്റെ വാല്യൂ അല്ലേ. Sന് പകരം വാല്യൂ നമ്മൾ ഫോർമുല കൊടുത്തു. n/2 ഇൻറ്റു എ പ്ലസ് എൽ ഈസ് ഈക്വൽ ടു 210. ഇതിൽ n വരെ n തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എത്രയാ? 8. നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എൽ എന്ന് പറഞ്ഞാൽ ഏതാ? ലാസ്റ്റ് ടേം അല്ലേ. ലാസ്റ്റ് ടേം നമുക്കറിയാം എത്രയാ? 62. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു 210. അപ്പോൾ സമ്മ് കാണാനുള്ള ഫോർമുലയിൽ എക്കും എല്ലിനും പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിലറിയാത്തൊരു വാല്യൂ മാത്രമേ ഉള്ളൂ, ഏതാ? n. അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ n ഇൻറ്റു 62 പ്ലസ് 80 എന്ന് പറഞ്ഞാൽ എത്രയായി? 70 അല്ലേ. ബൈ 2 അവിടെയുണ്ട്. ഈക്വൽ ടു 210. 270 കട്ട് ചെയ്യാം. എത്ര ടൈംസാ? 35. അങ്ങനെയാണെങ്കിൽ n ഇൻറ്റു 35 ഈസ് ഈക്വൽ ടു 210 ആയി. അതിൽ n ഈസ് ഈക്വൽ ടു 210 ഡിവൈഡഡ് ബൈ 35 എന്ന് വരും. നമുക്ക് 7 കൊണ്ട് കട്ട് ചെയ്ത് കളയാം അല്ലേ. 7 3 times, അപ്പോൾ 30 by 5. 5 in 30. How many times? 6. അപ്പോൾ n is equal to എത്രയായിരിക്കും വരിക? 6. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് 6 നമുക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം കൂടി കണ്ടുപിടിക്കണം. ഏതാ? d. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അവിടെ ഡിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. d എന്ന് പറഞ്ഞ ടേം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആ ഫോർമുലയിൽ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. a ഈസ് ഈക്വൽ ടു 8 ആണെന്ന് അറിയാം. an ഈസ് ഈക്വൽ ടു 62 ആണെന്ന് അറിയാം അല്ലേ. ഇവിടെ n-ൻ്റെ വാല്യൂ എത്ര കിട്ടിയിട്ടുള്ളത്? 6 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. n-ൻ്റെ വാല്യൂ 6 കിട്ടുകയാണെങ്കിൽ an എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം a6 ആയിരിക്കും വരിക. ഈസ് ഈക്വൽ ടു 62. അതായത് 6th ടേം ആയിരിക്കും 62 വരിക. കാരണം എന്ന് പറഞ്ഞാൽ എത്രയാ? 6 ആണ് അല്ലേ. a6 കാണാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം. ഏതാ? a പ്ലസ് 6 മൈനസ് 1 ഏതായിരിക്കും വരിക? 5d ഈസ് ഈക്വൽ ടു 62. നെക്സ്റ്റ് എക്ക് പകരം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 8 പ്ലസ് 5 ഇൻറ്റു ഡിയുടെ വാല്യൂ അറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ d തന്നെ എഴുതി. ഈക്വൽ ടു 62. അതിൽ നിന്ന് 5d ഈസ് ഈക്വൽ ടു
62 പ്ലസ് 8 അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 8 ആയി, വിച്ച് ഈസ് ഈക്വൽ ടു 54 ആയി. ഡി ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായി, ഡിവിഷൻ ആയി അല്ലേ. അപ്പോൾ എന്താ വരിക, 54 ഡിവൈഡഡ് ബൈ 5 അതായിരിക്കും ഏത് വരിക, ഡിയുടെ വാല്യൂ വരിക. ഡി ഈസ് ഈക്വൽ ടു 54 ഡിവൈഡഡ് ബൈ 5. ഇങ്ങനെ നമുക്ക് എന്നിൻ്റെയും ഡിയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുകയെന്ന് വെച്ചാൽ, ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ടെങ്കിൽ സമ്മും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, എസ് എൻ കാണാനായിട്ടുള്ള ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, എ എൻ എന്ന് പറഞ്ഞാൽ ഏതാ, ലാസ്റ്റ് ടേം തന്നെയാണ് കേട്ടോ. ദാറ്റ് യു മസ്റ്റ് നോ. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് ചെയ്യാൻ പോകുന്നത്. സബ് ക്വസ്റ്റ്യൻ 8. 8th സബ് ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ തന്നിട്ടുള്ളതാണ് എ ഈസ് ഈക്വൽ ടു എ എൻ ഈസ് ഈക്വൽ ടു 4, എ എൻ ഈസ് ഈക്വൽ ടു 4, ഡി ഈസ് ഈക്വൽ ടു 2, എസ് എൻ ഈസ് ഈക്വൽ ടു -14. Find n and a. You have to find out n and a. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. എ എൻ ആണ് തന്നിട്ടുള്ളത്, nth ടേം തന്നിട്ടുണ്ട്, പക്ഷെ എന്നിൻ്റെ വാല്യൂ തന്നിട്ടില്ല. നമ്മൾ കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് നമുക്കറിയാം, സം ഓഫ് n ടേംസും നമുക്കറിയാം അല്ലേ. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള ഏതാ, nth ടേം. നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതാം, എ എൻ ഈക്വൽ ടു 4 ആണ്. nth ടേം കാണാനുള്ള ഫോർമുല നമുക്കറിയാം, a plus n minus 1 into d is equal to 4. അതിൽ എയുടെ വാല്യൂ നമുക്കറിയില്ല, അപ്പോൾ എ എന്ന് തന്നെ എഴുതി. പ്ലസ് n മൈനസ് 1, എന്നിൻ്റെ വാല്യൂ അറിയില്ല, അതുപോലെ എഴുതി. കോമൺ ഡിഫറൻസ് നമുക്കറിയാം 2, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈക്വൽ ടു 4 എന്നായി അല്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എ പ്ലസ് 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ആണെങ്കിൽ 2 ഇൻറ്റു എൻ, 2n, 2 ഇൻറ്റു -1 -2, ബ്രാക്കറ്റിൽ ഓരോ ടേമിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് മാറ്റി, ഈക്വൽ ടു 4 എന്നായി. ഇനി ഇതിൽ നമ്മൾ എയും ഡിയും തമ്മിലുള്ള ഒരു റിലേഷൻ കണ്ടുപിടിക്കുകയാണ്. എങ്ങനെയാണ് റിലേഷൻ കണ്ടുപിടിക്കുന്നത്, എ പ്ലസ് 2n ഈസ് ഈക്വൽ ടു -2 അപ്പുറത്തേക്ക് പോകുമ്പോൾ +2 ആയി, 4 + 2 എന്ന് പറഞ്ഞാൽ എത്രയാ, 6. അപ്പോൾ എ പ്ലസ് 2n ഈസ് ഈക്വൽ ടു 6. ഇതിൽ 2 അൺനോൺ വേരിയബിൾ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണത്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല, പക്ഷെ ഒന്നിനെ മറ്റൊന്നിൻ്റെ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എ ഈസ് ഈക്വൽ ടു 6 മൈനസ് 2n. അപ്പോൾ എനെ നമ്മൾ എന്നിൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തു. ഒരു റിലേഷൻ കിട്ടി, എയും എന്നും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഏതാ, എ ഈസ് ഈക്വൽ ടു 6 മൈനസ് 2n ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇനി തന്നിട്ടുള്ള ഏതാ, എസ് എൻ ഈസ് ഈക്വൽ ടു -14 എന്ന് തന്നിട്ടുണ്ട് അല്ലേ, സമ്മ് തന്നിട്ടുണ്ട്. അപ്പോൾ ഉടനെ എസ് എൻ ഈസ് ഈക്വൽ ടു -14 ആണെങ്കിൽ എസ് എൻ കാണാനായിട്ട് ഫോർമുല അറിയാം നമുക്ക്. ഏതായിരുന്നു ഫോർമുല, n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു -14 അല്ലേ. അതിൽ n/2 അതുപോലെ തന്നെ എഴുതി. 2a, ഇവിടെ എനെ നമ്മൾ എന്നിൻ്റെ ഫോമിൽ എഴുതിയിട്ടുണ്ട്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എ എന്ന് പറഞ്ഞാൽ ഏതാ, 6 മൈനസ് 2n ആണ്. അപ്പോൾ ഈ കാണുന്ന എക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതാം, 6 മൈനസ് 2n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് n മൈനസ് 1 അതുപോലെ തന്നെ എഴുതി. ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് അല്ലേ, നമുക്കറിയാം 2 ആണ്. ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക, -14. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ n/2 ഇൻറ്റു 2 കൊണ്ട് ബ്രാക്കറ്റിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു 6 എത്രയായി, 12. 2 ഇൻറ്റു 2 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 2 ഇൻറ്റു 2 -4n ആയി. ഇവിടെയും 2 എടുത്ത് ബ്രാക്കറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു n 2n, 2 ഇൻറ്റു -1 -2 ബ്രാക്കറ്റ് മാറ്റി, ഈക്വൽ ടു -14 ആയി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ബൈ 2നെ വേണമെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ n ഇൻറ്റു
ഇവിടെയുള്ള 12 2 മൈനസ് ചെയ്താൽ ബാക്കി അവിടെ ഏതുണ്ടായിരിക്കുക 10 അല്ലേ. 4n 2n മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്രയായിരിക്കും 2n, വലുതേതാ നെഗറ്റീവ്. സോ -2n ഈസ് ഈക്വൽ ടു -14 ആയി. ഇവിടുന്ന് ഒരു ബൈ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു 2 എന്നായിട്ട് മാറും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അപ്പോൾ നമുക്ക് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ n ഇൻറ്റു 10 10n n ഇൻറ്റു 2n മൈനസ് 2n n കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n സ്ക്വയർ ആയി മാറും. is equal to what it will be here 14 into 2 what it will be 28. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ n സ്ക്വയർ നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഈ നെഗറ്റീവിനെ അപ്പുറത്തേക്ക് എടുക്കാം പോസിറ്റീവ് ആക്കാനായിട്ട്. അപ്പോൾ -2n സ്ക്വയർ അപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും വരിക 2n സ്ക്വയറിനായി. -2n സ്ക്വയറിന് അപ്പുറത്തേക്ക് എടുത്താൽ +2n സ്ക്വയറായി. 10n അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ -10n ആയി. റൈറ്റ് സൈഡിൽ ഓൾറെഡി എന്തുണ്ട് -28, അതിന് അവിടെ തന്നെ എഴുതി. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒന്നുമില്ല, ഈക്വൽ ടു 0 എന്നാണ് വരിക. അത് നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം, ഈക്വൽ ടു 0. ഇപ്പോൾ ലെഫ്റ്റിലെ രണ്ട് ടേമും റൈറ്റിലേക്ക് എടുത്ത് നമ്മൾ അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്തു. എന്നിട്ട് അവിടെയുള്ള -28 അതുപോലെ തന്നെ എഴുതി, അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യില്ല. ലെഫ്റ്റ് സൈഡ് 0 ഉള്ളത് നമ്മൾ ഈക്വൽ ടു 0 എന്ന് എഴുതി. Now there is a common term in this quadratic equation. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലേ, n സ്ക്വയർ വരുന്നുണ്ട്. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് ഒരു ടേം ഉണ്ട്, ഏതാ 2. ആ 2 കൊണ്ട് എല്ലാറ്റിനെയും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 2n സ്ക്വയറിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ n സ്ക്വയർ, 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5n, 28നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 14 ഈസ് ഈക്വൽ ടു 0. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും. n സ്ക്വയർ മൈനസ് 5n മൈനസ് 14 ഈസ് ഈക്വൽ ടു 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഇവിടെ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട് അല്ലേ. അത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഫസ്റ്റ് ടേം ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഫസ്റ്റ് ടേം x സ്ക്വയർ ആയതാണെങ്കിൽ അതിൻ്റെ കോയാഫിഷ്യൻ 1 ആണ് വരണമെങ്കിൽ, കോയഫിഷ്യൻ്റ് 1 വരികയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. രണ്ട് ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് ടേം ആയിരിക്കും വരിക. ഏതാ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്പർ -14. ഇവിടെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം അല്ല ഞാൻ അപ്ലൈ ചെയ്യണത്. കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഈസി മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതെന്താ പറയണത്, ഇവിടെ ഫസ്റ്റ് നമ്പർ 1 ആണെങ്കിൽ, കോയഫിഷ്യൻ്റ് 1 ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്പർ കിട്ടും. ലാസ്റ്റ് നമ്പർ ഏതാ -14. ആഡ് ചെയ്യുമ്പോൾ മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാ -5. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്പർ -14, ആഡ് ചെയ്യുമ്പോൾ മിഡിൽ നമ്പർ ഏതാ -5. 14ൻ്റെ സൈൻ ഏതാ നെഗറ്റീവ്. ഞാൻ പറഞ്ഞു നെഗറ്റീവ് ആണ് സൈൻ എങ്കിൽ ഒന്ന് പ്ലസും ഒന്ന് ഏതായിരിക്കും നമ്പേഴ്സ് മൈനസും. കാരണം രണ്ടും ഡിഫറെൻറ്റ് സൈൻ വന്നാൽ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുള്ളൂ, നെഗറ്റീവ് കിട്ടുള്ളൂ. സോ പ്ലസും മൈനസും ആയിരിക്കും അതിൻ്റെ സൈൻ എന്ന് മനസ്സിലായി അല്ലേ. 14 കിട്ടണമെങ്കിൽ ഏതൊക്കെയാണ് 14ൻ്റെ ഫാക്ടേഴ്സ് നോക്കിയാൽ നമുക്കറിയാം 2 into 7 1 into 14 ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഏതായിരിക്കും നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14ഉം ഇവിടെ സം അല്ല വരിക, രണ്ടും ഡിഫറൻസ് സൈനല്ലേ. അപ്പോൾ ഒന്ന് പ്ലസ് ആയിരിക്കും, ഒന്ന് ഏതായിരിക്കും മൈനസ്. അപ്പോൾ അഡീഷണൽ അല്ല വരിക, എന്താ വരിക സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ രണ്ട് നമ്പറിൻ്റെ ഡിഫറൻസ് എത്ര കിട്ടണം, 5. ഏതായിരിക്കും നമ്പർ, 14 1 പോയ 5 കിട്ടില്ല. അപ്പോൾ ഏതായിരിക്കും 7ഉം 2ഉം. ഇനി വലിയ നമ്പർ ഗ്രേറ്റർ നമ്പറിൻ്റെ സൈൻ മിഡിൽ നമ്പറിൻ്റെ സൈൻ ആയിരിക്കണം. അപ്പോൾ 7ൻ്റെ സൈൻ ഏതായിരിക്കണം, നെഗറ്റീവ്. അപ്പോൾ ഏതായിരിക്കും നമ്പർ വരിക, -7ഉം +2. ഇങ്ങനെയാണ് നമ്മൾ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്, -7 +2. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -14 കിട്ടും, ആഡ് ചെയ്യുമ്പോൾ 7 - 2 -5 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫാക്ടേഴ്സ് വരിക +2 -7 ആണ് നമ്പർ എങ്കിൽ ഈസി മെത്തേഡ് പറയണത് അതിനെങ്ങനെ എഴുതിയാൽ മതി, n+2 വേരിയബിളിൻ്റെ കൂടെ ആ നമ്പർ വെറുതെ ആഡ് ചെയ്താൽ മതി, ഇൻറ്റു അടുത്ത ഏതാ വരിക n-7 ഇങ്ങനെ വെറുതെ എടുത്താൽ മതി. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം അല്ല, ഈസി മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡാണ് കേട്ടോ. അവിടെ നമുക്ക് ഏതാണോ നമുക്ക് ഫാക്ടേഴ്സ് കിട്ടിയെങ്കിൽ അത് ഡയറക്റ്റ് എന്നിൻ്റെ കൂടെ, ഏതാണ് നമ്പേഴ്സ് കിട്ടണമെങ്കിൽ അത് ഡയറക്റ്റ് ആ വേരിയബിളിൻ്റെ കൂടെ എടുത്താൽ മതി. അപ്പോൾ n+2 and n-7 വിൽ ബി ദ ഫാക്ടേഴ്സ്. ഇനി ഇത് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ n+2 ഈക്വൽ ടു 0 ആണ് അല്ലേ. അപ്പോൾ n ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, -2. രണ്ടാമത്തെ കേസ് എന്തെടുക്കുക,
n minus 7 is equal to 0, then n is equal to 7. അപ്പോൾ n-ന് രണ്ട് വാല്യൂസ് കിട്ടും. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയതുകൊണ്ട് രണ്ട് വാല്യൂ ഉണ്ടാവും. ഒന്ന് -2, ഒന്ന് ഏതാ 7. പക്ഷെ നമുക്കറിയാം -2 ഈസ് നോട്ട് പോസിബിൾ. നമ്പർ ഓഫ് ടേംസ് ഒരിക്കലും നെഗറ്റീവ് വരാൻ പറ്റില്ല. അതുകൊണ്ട് n എന്ന് പറഞ്ഞത് ഏതായിരിക്കും വരിക? 7. സോ വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് ടേംസ്? ഇറ്റ് വിൽ ബി 7. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് നമുക്ക് 7 എന്ന് കിട്ടും. അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് നമ്പർ ഓഫ് ടേംസ്? നമ്പർ ഓഫ് ടേംസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു? എ കണ്ടുപിടിക്കണം അല്ലേ? എ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമ്മൾ റിലേഷൻ എഴുതിയിട്ടുണ്ട്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എ ഈസ് ഈക്വൽ ടു 6 മൈനസ് 2 ഇൻറ്റു എന്ന് പറഞ്ഞാൽ എത്രയാ? 7, വിച്ച് മീൻസ് 6 മൈനസ് 14 വിച്ച് വിൽ ബി ഈക്വൽ ടു -8. അപ്പോൾ എയുടെ വാല്യൂ ഏതായിരിക്കും വരിക? -8. അപ്പോൾ n ഈക്വൽ ടു 7, എ ഈസ് ഈക്വൽ ടു -8. ഇങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ ആ ഇക്വേഷൻ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് വരിക. അത് സോൾവ് ചെയ്യാനായിട്ട് അറിയണം. ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് വരിക. സോൾവ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇവിടെ ഞാൻ ഉപയോഗിച്ചത് ഈസി മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം അല്ല. ഇതേ പ്രോബ്ലം സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ഉപയോഗിച്ചും ചെയ്യാം. ഈസി മെത്തേഡ് കുറച്ചും കൂടി എളുപ്പമായതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഇതുപോലെ തന്നെയാണ് 9th സബ് ക്വസ്റ്റ്യനും ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്നില്ല. 10th സബ് ക്വസ്റ്റ്യൻ അത് വളരെ ഈസി ആയിട്ടുള്ള സബ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. It is given L is equal to 28, S is equal to 144. There are total 9 items. എന്ന് പറഞ്ഞാൽ ഏതാ? n അല്ലേ? n is equal to 9. items എന്ന് പറഞ്ഞാൽ ഏതാ? നമ്പേഴ്സ്. ഫൈൻഡ് എ. എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയാലും നമുക്കറിയാം ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ലാസ്റ്റ് ടേം L തന്നിട്ടുണ്ട്. എസ് എന്ന് പറഞ്ഞ സമ്മാണ്. സമ്മ് തന്നിട്ടുണ്ട് എത്രയാ? 144. നമ്പർ ഓഫ് ടേംസും തന്നിട്ടുണ്ട്. എ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലും എസും എന്നും തന്നിട്ടുണ്ട്. എ കാണാനായിട്ട് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് സമ്മ് കാണാനായിട്ടൊരു ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? അത് ഉപയോഗിച്ചാൽ ഈസി ആയിട്ട് ചെയ്യാം. n/2 ഇൻറ്റു ഏതായിരുന്നു? എ പ്ലസ് എൽ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എസ് എൻ എന്ന് തന്നിട്ടുണ്ട് എത്രയാ? 144. n തന്നിട്ടുണ്ട് 9/2. എ നമുക്ക് കണ്ടുപിടിക്കണം. എൽ എന്ന് പറഞ്ഞാൽ എത്രയാ? 28. അറിയാവുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എ മാത്രമാണ് അൺനോൺ വാല്യൂ. അത് അതുപോലെ തന്നെ എഴുതി. സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഈസ് 144 ഈസ് ഈക്വൽ ടു 9/2 ഇൻറ്റു എ പ്ലസ് 28. ഈ 2നെ അപ്പുറത്തേക്ക് എടുക്കാം. അതാണ് എളുപ്പം. 144 ഡിവിഷൻ വിൽ ചേഞ്ച് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ. ദെൻ 9 ഇൻറ്റു എ പ്ലസ് 28 ആയി അല്ലേ? 144 ഇൻറ്റു 2. 9ൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇപ്പുറത്തേക്ക് എടുത്താൽ ഡിവിഷനായി അല്ലേ? 144 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയായി? 288/9. മൾട്ടിപ്ലിക്കേഷൻ ഇവിടേക്ക് എടുക്കുമ്പോൾ ഡിവിഷനായി. ഈസ് ഈക്വൽ ടു എ പ്ലസ് 28. 9 28ൽ 3 ഇൻറ്റു 9 27, റിമൈനിങ് 1 18ൽ 2 ടൈംസ്. സോ വാട്ട് ഇറ്റ് വിൽ ബി? 32 ഈസ് ഈക്വൽ ടു എ പ്ലസ് 28 എന്നായി. 28ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. കാരണം നമുക്ക് എയുടെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ മാത്രം ഒരു സൈഡിൽ കീപ്പ് ചെയ്യാം. ബാക്കിയുള്ള ടേം ഇപ്പുറത്തേക്ക് എടുക്കാം. സോ 32 മൈനസ് 28 ഈസ് ഈക്വൽ ടു എ. കീപ് എ ഓൺ റൈറ്റ് സൈഡ്. 32 28 മൈനസ് ചെയ്താൽ ബാക്കി ഏതാ? 4 അല്ലേ? ദെൻ എ വിൽ ബി ഈക്വൽ ടു 4. സോ വി വിൽ ഗെറ്റ് ദ ആൻസർ വെരി ഈസിലി. ഇസിൻറ്റ് ഇറ്റ്? വളരെ ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ആ ഫോർമുല മാത്രം ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഏതാ ഫോർമുല? Sn is equal to n/2 ഇൻറ്റു എ പ്ലസ് എൽ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിൽ നേടെ വാല്യൂ കാണാം. ഇങ്ങനെയാണ് തേർഡ് മെയിൻ ക്വസ്റ്റ്യനിൽ. കുറേ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 10 സബ് ക്വസ്റ്റ്യൻ. അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ 5th ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോണേ. 4th ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമുലയൊക്കെ ഉപയോഗിക്കണം. അത് നിങ്ങളിപ്പോൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. 5th ക്വസ്റ്റ്യൻ. The first term of an AP is 5. The last term is 45 and the sum is 400. Find the number of terms and the common difference. അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ് അല്ലേ? അപ്പോൾ ആദ്യം തന്നിട്ടുള്ള ടേം എ ഈസ് ഈക്വൽ ടു 5 നമ്മൾ എഴുതി. നെക്സ്റ്റ് തന്നിട്ടുള്ള ഏതാ? ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എൽ അല്ലെങ്കിൽ എ എന്ന് പറയാം അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു
45. That also given. Find the number of terms. Number of terms കണ്ടുപിടിക്കണം. Number of terms എന്ന് പറഞ്ഞാൽ ഏതാ? n കണ്ടുപിടിക്കണം. Then what you have to find out? D also. Common difference. You have to find out n and d. അപ്പം എന്നും ഡിയും കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമാണ് തന്നിട്ടുള്ളത് അല്ലേ. സം ഈസ് ഓൾസോ ഗിവൺ. വാട്ട് ഈസ് ദ സം? ഇറ്റ് ഈസ് ഈക്വൽ ടു സം ഈസ് ഓൾസോ ഗിവൺ. ഇറ്റ് ഈസ് ഈക്വൽ ടു 400. അപ്പോൾ എയും എല്ലും എസ് എന്നും കൂടി കണക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോർമുല ഉണ്ട് അല്ലേ. സം കാണാനായിട്ടുള്ള ഫോർമുല ഏതാ? എസ് എൻ ഈസ് ഈക്വൽ ടു ഫോർമുല ഏതായിരുന്നു? n/2 ഇൻറ്റു എ പ്ലസ് എൽ. ആ ഫോർമുല ഉപയോഗിച്ചാൽ ആദ്യം നമുക്ക് അതിൽ നിന്ന് n ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ സം എത്ര തന്നിട്ടുള്ളത്? 400 അല്ലേ. എന്നിൻ്റെ വാല്യൂ നമുക്കറിയില്ല, n എന്ന് എഴുതി /2. എ എന്ന് പറഞ്ഞാൽ 5 ആണ്. ലാസ്റ്റ് ടേം എത്ര? 45 അല്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 2നെ വേണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ അവിടെ തന്നെ എടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. 400 ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 45 + 5 എന്ന് പറഞ്ഞാൽ എത്രയും 50 ആയി അല്ലേ. 250ൽ കട്ട് ചെയ്യാം. എത്ര ടൈംസാ? 25. which means 400 is equal to 25 into n. n-നെ 25നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 400 divided by 25 is equal to n. 25 400ൽ എക്സാക്ട്ലി ഡിവിസിബിൾ ആണ് അല്ലേ. ഡിവൈഡ് ചെയ്ത് കളയാം. എത്ര ടൈംസാ? 16. 100ൽ 4 ടൈംസ് അല്ലേ. 400ൽ എത്രയായിരിക്കും? 16 ടൈംസ്. അപ്പോൾ n will be equal to what? It will be 16. Number of terms will be equal to 16. അപ്പോൾ ആലോചിക്കേണ്ടത് ഇവിടെ സമ്മ് തന്നിട്ടുണ്ട്, ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്. അപ്പോൾ ഉടനെ അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ ഏതാ? n/2 ഇൻറ്റു എ പ്ലസ് എൽ. ലാസ്റ്റ് ടേം തരുന്ന പ്രോബ്ലത്തിലൊക്കെ മോസ്റ്റ് പ്രോബബ്ലി ഫോർമുല ഉപയോഗിച്ചിട്ടായിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരും. ഒരു സബ് ക്വസ്റ്റ്യൻ കൂടിയും ചോദിച്ചിട്ടുണ്ട്. ഇനി ഏതാ? ഡി കണ്ടുപിടിക്കണം അല്ലേ. ഡി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 45 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ എത്ര ടേമാണുള്ളത്? 16 ടേംസ് അല്ലേ. അപ്പോൾ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഏതായിരിക്കും വരിക? 16th ടേം ആവും. അപ്പോൾ A16 ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് പറയാം? 45 ആണെന്ന് പറയാം. A16 കാണാനായിട്ട്, അതായത് എൽ എന്ന് പറഞ്ഞാൽ ഏതാ? AN ആണ്, ലാസ്റ്റ് ടേം ആണ് അല്ലേ. അവിടെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 16. അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരിക? A16 ആയിരിക്കും. 16th ടേം ആയിരിക്കും ലാസ്റ്റ് ടേം. അപ്പോൾ 16th ടേം 45 ആണെങ്കിൽ A16 ഈക്വൽ ടു എന്ന് പറയാം 45. A16 കാണാനുള്ള ഫോർമുല ഏതാ? A പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ വരിക? 16 1 മൈനസ് ചെയ്യണം. അപ്പോൾ എന്താ എഴുതുക? 15D അല്ലേ, ഈക്വൽ ടു 45. ഇതിൽ നമുക്കറിയാവുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A എന്ന് പറഞ്ഞാൽ 5, 15D അതുപോലെ എഴുതി ഈക്വൽ ടു 45. അതിൽ നിന്ന് 15D ഈസ് ഈക്വൽ ടു 45 പ്ലസ് 5ന് അപ്പുറത്തേക്ക് എടുത്താൽ എന്തായി? -5 അല്ലേ. 45 - 5 എന്ന് പറഞ്ഞാൽ എത്രയും 48. 15D ഈസ് ഈക്വൽ ടു 40. D ഈസ് ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 15. 5 കൊണ്ട് കട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ എന്തായിരിക്കും വരിക? D ഈസ് ഈക്വൽ ടു 8/3. ദാറ്റ് വിൽ ബി ദ ആൻസർ. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സം ഇവിടെ തന്നിട്ടുണ്ട്, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടുണ്ട്. അപ്പോൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആദ്യം n കണ്ടുപിടിക്കണം. n കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേം ആയിരിക്കും? 16th ടേം ആയിരിക്കും. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6 നെക്സ്റ്റ് പറയണത് 6th ക്വസ്റ്റ്യൻ ആണ്. ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ടേം ഓഫ് എൻ AP ആർ 17 and 350 respectively. If the common difference is 9, how many terms are there and what is their sum? Question number 6. സിക്സ്ത് ക്വസ്റ്റ്യനിൽ ആദ്യം തന്നിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ടേം ഈസ് 17. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഏതാ? A is equal to 17. നെക്സ്റ്റ് തന്നിട്ടുള്ള ഏതാ? ലാസ്റ്റ് ടേം ഇറ്റ് ഈസ് 350. L is equal to 350. ഈ രണ്ട് കാര്യങ്ങളും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇഫ് ദ കോമൺ ഡിഫറൻസ് ഓൾസോ ഗിവൺ, D is equal to 9. Question: how many terms are there and what is their sum? So you have to find out number of terms first. Then what you have to do? You have to find the sum. അപ്പോൾ നമ്മളൊരു ഫോർമുല ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു.
നമ്പർ ഓഫ് ടേംസ് കാണാനായിട്ട് ഫോർമുല ഉണ്ടായിരുന്നു. ഏതാ ഫോർമുല? L മൈനസ് എ ബൈ ഡി പ്ലസ് 1. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാലൊക്കെ ഈ ഫോർമുല വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഏതാ ഫോർമുല ഈസി ആയിട്ട് ചെയ്യാനായിട്ട്? L മൈനസ് എ ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 1. ആ ഫോർമുലയിൽ ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ആവശ്യമുള്ളൂ. ഇവിടെ L എന്ന് പറഞ്ഞാൽ ഏതാ? 350 അല്ലേ. എ എന്ന് പറഞ്ഞാൽ ഏതാ? 17. കോമൺ ഡിഫറൻസ് ഓൾസോ ഗിവൺ 9 പ്ലസ് 1. 350 17 മൈനസ് ചെയ്ത് നമുക്കറിയാം 333 അല്ലേ. ഡിവൈഡഡ് ബൈ 9 പ്ലസ് 1. 9 എക്സാക്ട്ലി ഡിവിസിബിൾ ആണ് അല്ലേ. 9 ഇൻറ്റു 3 27 6 63 7 അല്ലേ. 37 ടൈംസ് നമുക്ക് കട്ട് ചെയ്യാം. 37 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്രയായി? 38. then n will be equal to 38. വളരെ സിമ്പിളായിട്ട് n എന്നുള്ള ഫോർമുലയിൽ വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് n ൻ്റെ വാല്യൂ കിട്ടും. നെക്സ്റ്റ് n കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ നെക്സ്റ്റ്? വാട്ട് ഈസ് ദയർ സം? സമ്മ് കണ്ടുപിടിക്കണം അല്ലേ. സമ്മ് കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല നമുക്ക് ലാസ്റ്റ് ടേം അറിയാവുന്നതുകൊണ്ട് ആ ഫോർമുലയാണ് അപ്ലൈ ചെയ്യാൻ എളുപ്പം. ഏതാ ഫോർമുല? n/2 ഇൻറ്റു എ പ്ലസ് എൽ. വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ വേണ്ടോ. n എന്ന് പറഞ്ഞാൽ എത്രയാ? 38/2. എ എത്രയാ? 17. എൽ എത്രയാ? 350. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും. 38/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 19 അല്ലേ. ഇൻറ്റു 350 പ്ലസ് 17 വിച്ച് വിൽ ബി 367. മൾട്ടിപ്ലൈ ചെയ്യണം. 367 ഇൻറ്റു 90. Are you getting 6973 അല്ലേ വരണേ? 6973 will be the answer. അപ്പോൾ ആദ്യം n കാണാൻ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പിന്നെ സമ്മ് കാണാനായിട്ട് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത്ര മാത്രമേ നമുക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. So this is the way to do the question number 6. Next we are going to do 7th question. Find the sum of first 22 terms of an AP in which D is equal to 7 and 22. Seventh question. So find the sum of first 22 terms of an AP in which D is equal to 7 and 22nd term is 149. So when you do 7th problem, it's very easy question. Sum of first 22 terms of an AP you have to find out. D is equal to 7. It is given D is equal to 7 and 22nd term, that means A22, isn't it, is equal to 149. So since D is given, which formula we have to apply to find out the sum? It will be first formula, isn't it? കാരണം ആദ്യത്തെ ഫോർമുലയിലാണ് ഡിയുടെ അപ്ലിക്കേഷൻ വരുന്നത്. രണ്ടാമത്തെ ഫോർമുലയിൽ ഡി ഇല്ല. അപ്പോൾ ഡി ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഏത് ഫോർമുലയാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്? ഫസ്റ്റ് ഫോർമുല. ഏതായിരുന്നു ഫോർമുല? Sn is equal to n/2 into 2a plus n minus 1 into d. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടായിരിക്കും സമ്മ് കാണാമെന്ന് മനസ്സിലായി. ഇനി ഇതിലേ നമുക്ക് എ അറിയില്ല, അതുപോലെ ഏതാ നമ്പർ ഓഫ് ടേംസ്, ഐ മീൻ എ എന്ന് പറഞ്ഞ ടേം കൂടെ നമുക്ക് അറിയില്ല. അപ്പോൾ എ ആദ്യം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് ടേം ഏതാ? 22nd ടേം ആണ് അല്ലേ. അതിൽ നിന്ന് എയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. സോ എ 22 ഇറ്റ് ഈസ് ഈക്വൽ ടു 149. അവിടെ നിന്ന് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. 22nd ടേം കാണാനായിട്ടുള്ള ഫോർമുല ഏതാ? എ പ്ലസ് 22 എന്ന് പറഞ്ഞാൽ n-1 എന്ന് പറയുമ്പോൾ എന്തായി? 22 - 1 എന്ന് പറഞ്ഞാൽ എത്രയായി? 21d. ഫോർമുല nth ടേമിൻ്റെ ഫോർമുല ഇസ് ഈക്വൽ ടു 149. അതിൽ എ എന്ന് പറഞ്ഞ ടേം നമുക്ക് അറിയില്ല, ഡിയുടെ വാല്യൂ അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡി എന്ന് പറഞ്ഞാൽ എത്രയാ? 7 അല്ലേ. ഇസ് ഈക്വൽ ടു 149. അതിൽ നിന്ന് എ ഇസ് പ്ലസ് 21 × 7 എന്ന് പറഞ്ഞാൽ 247 അല്ലേ. is equal to 149. then A is equal to
149 പ്ലസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആയി. then it is equal to 2. A is equal to 2. അപ്പോൾ ആദ്യം നമുക്ക് 22nd ടേം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഏത് കണ്ടുപിടിക്കാം? എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഏത് കിട്ടുക? A is equal to 2. ഇനി അത് നമുക്ക് ഫസ്റ്റ് ഫോർമുലയിൽ അപ്ലൈ ചെയ്യണം. സമ്മ് കാണാനുള്ള ഫസ്റ്റ് ഫോർമുല. എന്തുകൊണ്ട് ഫസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്തത്? ഇവിടെ ഡിയുടെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഫസ്റ്റ് ഫോർമുലയിൽ അപ്ലൈ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. എസ് എൻ ഇസ് ഈക്വൽ ടു ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് 22 ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ഫോർമുല ഉപയോഗിച്ചത് ചെയ്യാം. കാരണം S22 ഇസ് ഈക്വൽ ടു ഏതായിരുന്നു ഫോർമുല? n/2 ഇൻറ്റു എ പ്ലസ് എൽ. അപ്പോൾ ഫസ്റ്റ് ഫോർമുല ആയാലും സെക്കൻഡ് ഫോർമുല ആയാലും ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇവിടെ ലാസ്റ്റ് ടേം അറിയാം, 22nd ടേം അറിയില്ലേ, ഫസ്റ്റ് ടേമും അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഫോർമുല കുറച്ചും കൂടി ഈസിയാണ്. ഫസ്റ്റ് ഫോർമുല ഉപയോഗിച്ചാലും നമുക്ക് ചെയ്യാം. ഈ ഫോർമുല ഉപയോഗിച്ചാൽ n/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 22/2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. വട്ട് ഈസ് എൽ? എൽ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം ആണ് അല്ലേ. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 149. 22/2 എന്ന് പറഞ്ഞാൽ 11 ആയി. 149 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എത്രയായി? 151. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 151 ഇൻറ്റു 11. What you will be getting? 1661. That will be the answer. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് രണ്ട് ഫോർമുല ഉപയോഗിച്ചും ചെയ്യാം. ആദ്യം നമുക്ക് ഏത് കണ്ടുപിടിക്കണം? എ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം 22nd ടേം തന്നിട്ടുണ്ട്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് എയുടെ വാല്യൂ നമുക്ക് ആദ്യം കിട്ടും. എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് സമ്മ് കാണാം അല്ലേ. സമ്മ് കാണാനായിട്ട് രണ്ട് ഫോർമുലയാണ് ഉള്ളത്. രണ്ട് ഫോർമുല ഇവിടെ അപ്ലിക്കബിൾ ആണ്. സെക്കൻഡ് ഫോർമുല കുറച്ചും കൂടി ഈസി ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഫോർമുല ഉപയോഗിച്ചിട്ട് സമ്മ് കണ്ടുപിടിക്കാം. കാരണം ഇവിടെ ലാസ്റ്റ് ടേം അറിയാം. അപ്പോൾ ലാസ്റ്റ് ടേം അറിയാവുന്നത് കൊണ്ട് നമുക്ക് സെക്കൻഡ് ഫോർമുല ഉപയോഗിക്കുകയായിരിക്കും കുറച്ചും കൂടി ഈസി. ഫസ്റ്റ് ഫോർമുല ഉപയോഗിച്ചാൽ ഇതുപോലെ തന്നെയാണ് ആൻസർ കിട്ടുക. സോ വാട്ട് വിൽ ബി ദ ആൻസർ? 1661. ദാറ്റ് വിൽ ബി ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. 8th question. Eighth question. Find the sum of first 51 terms of an AP whose second and third terms are 14 and 18 respectively. അതാണ് പ്രോബ്ലം പറഞ്ഞിട്ടുള്ളത്. സം ഓഫ് ഫസ്റ്റ് 51 ടേംസ് കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിക്കേണ്ട ഏതാ? S51. ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. 8th ക്വസ്റ്റ്യനിൽ 51 ടേമിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. Second term and third terms are 14 and 18 respectively. Second term എന്ന് പറഞ്ഞാൽ ഏതാ? A2 അല്ലേ. അപ്പോൾ A2 is equal to 14. നെക്സ്റ്റ് ഏതാ തന്നിട്ടുള്ള? തേർഡ് ടേം അല്ലേ. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ ഏതാ? A3 is equal to 18. സെക്കൻഡ് ടേമും തേർഡ് ടേമും തന്നിട്ടുണ്ട്. നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞില്ലേ? സം ഓഫ് ഫസ്റ്റ് 51 ടേംസ് ഓഫ് ആൻ AP എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂസ് ടേംസ് ആണ് തന്നിട്ടുള്ളത്, സെക്കൻഡും തേർഡും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെ കോമൺ ഡിഫറൻസ് കാണാം? A3 മൈനസ് A2 അതായിരിക്കും കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 18 മൈനസ് 14 അല്ലേ. 18 മൈനസ് 14 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 4. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയായിരിക്കും വരിക? 4. എങ്ങനെ മനസ്സിലായേ? സെക്കൻഡ് ടേമും തേർഡ് ടേമും അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ടേംസ് ആണ് അല്ലേ. അടുത്തടുത്ത് വരുന്ന രണ്ട് ടേമുകളാണ്. അപ്പോൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് കാണാൻ തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അത് അടുത്ത ടേം ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 18 മൈനസ് 14 വിച്ച് വിൽ ബി ഈക്വൽ ടു 4. ഇനി നമുക്ക് ഏതാ ആവശ്യം? എ ആണ് അല്ലേ. എ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എ കിട്ടാനായിട്ട് നമുക്ക് സെക്കൻഡ് ടേം തന്നിട്ടുണ്ട്. സെക്കൻഡ് ടേം കാണാനായിട്ടുള്ള ഫോർമുല ഏതാ? A പ്ലസ് 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 1D അല്ലേ. അതിൽ സെക്കൻഡ് ടേം തന്നിട്ടുണ്ട്. എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? 14. 14 ഈസ് ഈക്വൽ ടു A പ്ലസ് 1D എന്ന് പറഞ്ഞാൽ D തന്നെയാണ്. ഡിയുടെ വാല്യൂ ഏതാ? 4. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 14 മൈനസ് 4 വിൽ ബി ഈക്വൽ ടു A. Then A will be equal to 10.
അപ്പോൾ സെക്കൻഡ് ടേം എന്ന് നമുക്ക് ഡിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിൽ നിന്ന് ഏതിൻ്റെ വാല്യൂ കാണാം? എയുടെ വാല്യൂ കിട്ടും. അപ്പോൾ എ വിൽ ബി ഈക്വൽ ടു 10. അപ്പോൾ എ കിട്ടിക്കഴിഞ്ഞു. ഡി നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 51 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ എസ് 51 ഈസ് ഈക്വൽ ടു, ഇവിടെ ലാസ്റ്റ് ടേം അറിയാത്തത് കൊണ്ട് നമുക്ക് ഫസ്റ്റ് ഫോർമുല ആയിരിക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ n/2 ഇൻറ്റു ഫോർമുല ഏതായിരുന്നു? 2a പ്ലസ് n-1 ഇൻറ്റു ഡി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n എന്ന് പറഞ്ഞാൽ 51/2 ഇൻറ്റു 2a, എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ 10, പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ 51 മൈനസ് 1 ആവും അല്ലേ? എന്ന് പറഞ്ഞാൽ 50 ആയി ഇൻറ്റു ഡി. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ 4. 50 വന്നത് 51 മൈനസ് 1 ആണ് കേട്ടോ. സോ 51/2 ഇൻറ്റു 2 ഇൻറ്റു 10 20 പ്ലസ് 50 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്രയായി? 200 അല്ലേ? വിച്ച് മീൻസ് 51/2 ഇൻറ്റു 220 എന്ന് വരും. 220 വെട്ടാം, ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ? എത്ര ടൈംസാ? 110, വിച്ച് മീൻസ് 51 ഇൻറ്റു 110 എന്ന് വരും. 51 ഇൻറ്റു 11 നമുക്കറിയാം 51. വാട്ട് യു വിൽ ബി ഗെറ്റിംഗ്? 561. Then it is 0 അല്ലേ? So what will be the answer you will be getting? 5610. That will be the final answer. അപ്പോൾ sum of 51 terms എന്ന് പറഞ്ഞാൽ 5610 ആയിരിക്കും. Next we will do the 9th question. Okay. Question number 9. If the sum of first 7 terms of an AP is 49 and that of 17 terms is 289, find the sum of first n terms. So what are the things given? 9th question. രണ്ട് കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ആദ്യം പറയണത് ഫസ്റ്റ് 7 terms of an AP എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ S7 is equal to 49. നെക്സ്റ്റ് പറയുന്നത് sum of 17 terms S17 is equal to 289. അപ്പോൾ 7 ടേംസിൻ്റെ സമ്മും 17 ടേംസിൻ്റെ സമ്മും തന്നിട്ടുണ്ട്. വാട്ട് യു ഹാവ് ടു ഡു ഈസ് സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറഞ്ഞാൽ Sn, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n വാല്യൂ തന്നിട്ടില്ല, Sn സം ഓഫ് n ടേംസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് S7ഉം S17 ആണ് അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് വേണം അതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്കിവിടെ എയും പിന്നെ ഏതും വേണം? ഡിയും അല്ലേ? ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് സം ഓഫ് 7 ടേംസ് തന്നിട്ടുണ്ട്, അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 7 ടേംസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് 7 ടേംസ് കാണാനായിട്ടുള്ള ഫോർമുല, സമ്മ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു 49. സമ്മിൻ്റെ ഫോർമുല ഇവിടെ എഴുതി. ഇവിടെ 7 ടേംസ് ആണെങ്കിൽ എന്നിന് പകരം ഇവിടെ 7 വരും അല്ലേ? അപ്പോൾ 7/2 ഇൻറ്റു 2a പ്ലസ് എന്നിന് പകരം 7 കൊടുത്താൽ 7-1 ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു 49. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, n മാത്രമേ അറിയുള്ളൂ, എയും ഡിയും അൺനോൺ ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിനെ 7/2 അതുപോലെ തന്നെ എഴുതി. 2a പ്ലസ് 7-1 it will be 6d is equal to 49. ഈ ഒരു 7/2 ലെഫ്റ്റിൽ എടുക്കുന്നുണ്ട് അല്ലേ? അതിന് റൈറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ 2a പ്ലസ് 6d ഈസ് ഈക്വൽ ടു 7/2 അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. 2/7 എന്നാവും അല്ലേ? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലേക്കും ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്കും ചേഞ്ച് ചെയ്യും. സോ ഇൻറ്റു 2/7 വിച്ച് മീൻസ് 2a പ്ലസ് 6d ഈസ് ഈക്വൽ ടു 749ൽ 7 ടൈംസ് ക്യാൻസൽ ചെയ്യാം. 7 ഇൻറ്റു 2 49. ഇതിലെല്ലാം കോമൺ ആയിട്ടൊരു 2 വരുന്നുണ്ട് അല്ലേ? അപ്പോൾ 2 കൊണ്ട് ത്രൂ ഔട്ട് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. എല്ലാറ്റിലും കോമൺ ആയിട്ടൊരു ടേം വരുന്നുണ്ടെങ്കിൽ ആ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 2a-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ a ആയി, 6-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3d, 14-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7. അതിൽ നിന്ന് നമുക്കൊരു റിലേഷൻ കിട്ടും. a ഈസ് ഈക്വൽ ടു 7 മൈനസ് 3d. ഇതാണ് എയും ഡിയും തമ്മിലുള്ള റിലേഷൻ. നമ്മൾ പല പ്രോബ്ലത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ?
എന്നും എയും തമ്മിലുള്ള റിലേഷൻ, എയും ഡിയും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് വേരിയബിൾ അൺനോൺ ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു വേരിയബിളിനെ മറ്റൊരു വേരിയബിളിൻ്റെ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എന് ഡിയുടെ ഫോമിൽ കിട്ടി. നെക്സ്റ്റ് നമുക്ക് എന്താ തന്നിട്ടുള്ളത്? 17 ടേംസ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനി അവിടെ നിന്നാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. S17 ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ S17 ഈസ് ഈക്വൽ ടു എത്രയാണ്? 289 ആണ്. S17 കാണാനായിട്ട് ഫോർമുല, ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്നിന് പകരം ഏതാ കൊടുക്കേണ്ടത്? 17 എന്ന് വരും. 17/2 ഇൻറ്റു 2a പ്ലസ് 17 മൈനസ് 1 ഇൻറ്റു d ഈസ് ഈക്വൽ ടു 289. ചെയ്തത് ഈ ഫോർമുലയിൽ സമ്മ് കാണാനുള്ള ഈ ഫോർമുലയിൽ തന്നെ 17 ടേംസിൻ്റെ സമ്മ് ആകുമ്പോൾ എന്നിന് പകരം എന്ത് കൊടുത്തു? 17 എന്ന് കൊടുത്തു. അതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. 17 ടേമിൻ്റെ സമ്മ് എത്രയാണ്? 289. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് ഇതിനൊന്നുകൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 17/2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞത്? 7 മൈനസ് 3d അല്ലേ എയുടെ വാല്യൂ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏതിന് പകരം കൊടുക്കണത്? എക്ക് പകരം. അപ്പോൾ അവിടെ 2 ഉണ്ട്, അത് അതുപോലെ തന്നെ എഴുതാം. 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 7 മൈനസ് 3d. എയുടെ വാല്യൂ ഇവിടെ നിന്നാണ് കിട്ടിയത് കേട്ടോ. 7 മൈനസ് 3d അത് എക്ക് പകരം ഇവിടെ കൊടുത്തു. അപ്പോൾ 2 ഇൻറ്റു 7 മൈനസ് 3d പ്ലസ് 17 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 16 ആയി അല്ലേ? ഇൻറ്റു d ഈസ് ഈക്വൽ ടു 289. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 17/2 ഇൻറ്റു 2 ഇൻറ്റു 7 മൈനസ് 3d 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 7 14 ആവും. 2 ഇൻറ്റു 3d മൈനസ് 6d എന്നായി പ്ലസ് 16d അവിടെ ഉണ്ട് ഈക്വൽ ടു 289 എന്ന് വന്നു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബ്രാക്കറ്റ് മാറ്റിയിട്ടാ ഇത് അതുപോലെ തന്നെ എഴുതി. വിച്ച് മീൻസ് 17/2 ഇൻറ്റു 16dയും 6dയും സിംപ്ലിഫൈ ചെയ്യാം അല്ലേ? ഒരേപോലത്തെ ടേമാണ്. മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് 10d എന്ന് വരും. 16 6 പോയാൽ 10 പോസിറ്റീവ് ആണ് വരിക. ഈക്വൽ ടു 289. അതിൽ നിന്ന് 14 പ്ലസ് 10d ഈസ് ഈക്വൽ ടു 17/2ൻ്റെ റെസിപ്രോക്കൽ എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 2/17 എന്ന് വരും. 17/2നെ അപ്പുറത്തേക്ക് എടുത്താൽ 2/17 എന്നായി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അങ്ങ് എഴുതാൻ 14 പ്ലസ് 10d ഈസ് ഈക്വൽ ടു 17ൻ്റെ സ്ക്വയർ ആണ് 289 നമുക്കറിയാം അല്ലേ? അപ്പോൾ 17 289 എത്ര ടൈംസാണ്? 17 ടൈംസ് കട്ട് ചെയ്യാം. അപ്പോൾ 17 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയായി? 34 ആയി. അതിൽ നിന്ന് 10d നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10d ഈസ് ഈക്വൽ ടു 34 മൈനസ് എന്തായിരിക്കും വരിക? 14 എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് 10d ഈസ് ഈക്വൽ ടു 34 എന്ന് 14 മൈനസ് ചെയ്താൽ 20 ആയി. d ഈസ് ഈക്വൽ ടു 20/10 വിച്ച് വിൽ ബി ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് ഏതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം? ഡിയുടെ വാല്യൂ കിട്ടും. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് d? d ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ചെയ്തത് എന്താ? ഫസ്റ്റ് സം ഓഫ് 7 ടേംസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എയും ഡിയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചു. എന്നിട്ട് സം ഓഫ് 17 ടേംസ് തന്നിട്ടുള്ളതിൽ എക്ക് പകരം ഡിയുടെ ഫോമിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്കവിടെ എ ഇല്ല, ഡി മാത്രമേ ഉള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് അതിങ്ങനെ കൺവേർട്ട് ചെയ്ത് മാറ്റണം, ചേഞ്ച് ചെയ്തിടുന്നത്? അപ്പോൾ എനെ അവിടെ ഡിലീറ്റ് ചെയ്ത് ഡീനെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എ ഇല്ല, അവിടെ ഡി മാത്രമേ വരുള്ളൂ. നമുക്കറിയാം 2 അൺനോൺ വേരിയബിൾ വന്നാൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു വേരിയബിൾ മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റി. ഇനിയിപ്പോൾ ഡിയുടെ വാല്യൂ എത്ര കിട്ടിയത്? 2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? സം ഓഫ് n ടേംസ് ആണ് അല്ലേ? ഫോർമുല എഴുതി. Sn ഈസ് ഈക്വൽ ടു ഫോർമുല നമുക്കറിയാം n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ അറിയില്ല. എന്നിന് n തന്നെയാണ്. അതിൽ നമുക്ക് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം അവർ പറഞ്ഞുള്ള സം ഓഫ് n ടേംസ് എന്നാണ്. അപ്പോൾ എന്നിനെ n തന്നെ എഴുതിയാൽ മതി കേട്ടോ, നമ്പർ ഇല്ല.
എന്നിന് n തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. n/2 ഇൻറ്റു 2a. അപ്പോൾ ആദ്യം എയുടെ വാല്യൂ കാണണം അല്ലേ? എങ്ങനെ എയുടെ വാല്യൂ കിട്ടുക? ഇവിടെ a ഇസ് ഈക്വൽ ടു നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ഏതാ? 7 - 3d അല്ലേ? അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയുടെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കാം. എങ്ങനെയാണ് എയുടെ വാല്യൂ വരിക? a ഇസ് ഈക്വൽ ടു 7 - 3d എന്നാണ്. അതിൽ ഡിയുടെ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായിരുന്നു ഡിയുടെ വാല്യൂ? 2. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എയുടെ വാല്യൂ കിട്ടും. 7 - 3 ഇൻറ്റു 2 വിച്ച് ഈസ് 7 - 6 വിച്ച് വിൽ ബി ഈക്വൽ ടു 1. അപ്പോൾ എയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത എയുടെ വാല്യൂ കിട്ടും. a ഇസ് ഈക്വൽ ടു 1. അത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു a എത്രയാ? 1 അല്ലേ? പ്ലസ് n - 1 n തന്നെയാണ് ഇൻറ്റു ഡി. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വന്നിട്ടുള്ളത്? 2 ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ n/2 ഇൻറ്റു 2 ഇൻറ്റു 1 2 2 ഇൻറ്റു n 2n ബ്രാക്കറ്റ് മാറ്റുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു -1 -2 2 കൊണ്ട് ബ്രാക്കറ്റിൽ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബ്രാക്കറ്റ് മാറ്റിയിട്ടാ. ദെൻ ഇറ്റ് ഈസ് n/2 ഇൻറ്റു 2ഉം -2ഉം എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി അവിടെ ഏതുണ്ടാവുക? 2n. ഈ 2n2 ക്യാൻ ബി ക്യാൻസൽ. ദെൻ വാട്ട് വിൽ ബി റിമൈനിങ്? n ഇൻറ്റു n. n ഇൻറ്റു n എന്ന് പറഞ്ഞാൽ എത്രയാ? n സ്ക്വയർ. അങ്ങോട്ട് ഞാൻ പറയാം. +2 -2 ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി അവിടെ 2n മാത്രമേ ഉള്ളൂ. അത് ന്യൂമറേറ്ററിലാണ്. ഇവിടെയുള്ള 2 2ൽ ക്യാൻസൽ ചെയ്യാം. ബാക്കി n ഇൻറ്റു n എന്തായിരിക്കും വരിക? n സ്ക്വയർ. ഇങ്ങനെയാണ് സമ്മ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ആൻസറിൽ ഒരു പെർട്ടിക്കുലർ നമ്പർ അല്ല ആൻസർ വരിക, എന്നിൻ്റെ ഫോമിൽ തന്നെയാണ് വരിക. കാരണം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള എന്താ? സം ഓഫ് n ടേംസ് എന്നാണ്. അപ്പോൾ സം ഓഫ് n ടേംസ് എന്നുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്നിന് പകരം n തന്നെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ആൻസർ ഏതിൻ്റെ ഫോമിലായിരിക്കും വരിക? എന്നിൻ്റെ ഫോമിലായിരിക്കും ഒരു ടേം ആയിരിക്കും വരിക. n സ്ക്വയർ തന്നെ വരണമെന്നില്ല, എന്നിൻ്റെ ഫോമിൽ ഏതെങ്കിലും ഒരു ടേം ആയിരിക്കും ആൻസർ വരിക. അപ്പോൾ അങ്ങനെ വരുന്ന പ്രോബ്ലമിൽ ശ്രദ്ധിക്കണം. സം ഓഫ് n ടേംസ് കാണാൻ പറയുമ്പോൾ എന്നിന് n തന്നെയാണ് അവിടെ വരിക കേട്ടോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ആൻസർ എന്നിൻ്റെ ഫോമിൽ തന്നെയായിരിക്കും വരിക. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ് ചെയ്യാൻ പോണത്. ക്വസ്റ്റ്യൻ നമ്പർ 10th ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്, ഷോ ദാറ്റ് a1 a2 a3 etc an form an AP where an is defined as below. Also find the sum of 15 terms of an AP എന്ന് പറഞ്ഞിട്ടുണ്ട്. 10th ഫസ്റ്റ് മെയിൻ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്യുന്നത്. an തന്നിട്ടുണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ. an is equal to 3 + 4n. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ വരും, എന്താ എന്നിൻ്റെ ഫോമിൽ തന്നിട്ടുള്ളത്. പക്ഷെ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. nth ടേം ആണ്. an എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? nth ടേം അതാണ് അവർ തന്നിട്ടുള്ളത്. an is equal to 3 + 4n. അപ്പോൾ ഇത് nth ടേം ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫസ്റ്റ് ടേം കിട്ടുക? എന്നിന് എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? 1 കൊടുത്താൽ ഫസ്റ്റ് ടേം ആയി, എന്നിന് 2 കൊടുത്താൽ ഏതായി? സെക്കൻഡ് ടേം ആയി, എന്നിന് 3 കൊടുത്താൽ ഏതായി? തേർഡ് ടേം ആയി. അപ്പോൾ ഓരോ ടേമും കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. n is equal to 1 ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലെറ്റ് n equal to 1. എന്നിന് 1 കൊടുത്താൽ ഇവിടെ എത്രയായിട്ട് മാറും? an എന്നുള്ളത് മാറിയിട്ട് എന്തായി? a1 ആയില്ലേ? അപ്പോൾ a1 is equal to 3 + 4 ഇൻറ്റു ഇവിടെ എന്നിൻ്റെ വാല്യൂ കൊടുക്കുന്നത് ഏതാ? 1. വേറെ ഒന്നുമില്ല. n എന്നതിന് പകരം ആദ്യം ഏത് വാല്യൂ കൊടുക്കുക? 1. അപ്പോൾ എവിടെയൊക്കെ n വരുന്നുണ്ടോ അവിടെയൊക്കെ ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്നിന് പകരം എന്താ കൊടുത്തത്? a1. 3 + 4 നമ്പറൊക്കെ അതുപോലെ എഴുതി. ഈ എന്നിന് പകരം 1. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. വിച്ച് മീൻസ് 3 + 4 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 + 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി. a1 എന്ന് പറഞ്ഞാൽ എത്രയാ? 7. ഇത്രയേ ഉള്ളൂ കാര്യം. എന്നിന് 1 കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം കിട്ടാൻ എന്ത് ചെയ്യണം നമ്മൾ? എന്നിന് എന്ത് കൊടുത്താൽ മതി? 2 കൊടുത്താൽ മതി അല്ലേ? n equal to 2 എന്ന് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ a2 is equal to 3 + 4 ഇൻറ്റു 2 എന്നായി. എന്ന് പറഞ്ഞാൽ 3 + 4 ഇൻറ്റു 2 എത്രയാ? 8. 8 + 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 11. സെക്കൻഡ് ടേം കിട്ടിയോ? എത്ര കിട്ടിയത്? 11. ഇത്രയേ ഉള്ളൂ. എന്നിന് 2 കൊടുത്താൽ സെക്കൻഡ് ടേം കിട്ടി. ഇനി ഒരു ടേമും കൂടി വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഏതാ? തേർഡ് ടേം അല്ലേ? a3 കാണാനായിട്ട് എന്നിന് ഏത് കൊടുക്കേണ്ടി വരും? 3 കൊടുക്കേണ്ടി വരും. അപ്പോൾ n equal to 3. ദെൻ 3 + 4 ഇൻറ്റു n കാണുന്നിടത്ത് എന്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞത്? 3. അപ്പോൾ ഈ എന്നിന് ഇവിടെ വാല്യൂ കൊടുക്കുക. ഈ രണ്ട് ലെഫ്റ്റിലെ എന്നിന് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് റൈറ്റിലും എന്ത് ചെയ്യുക?
n വാല്യൂ കൊടുക്കുക. വിച്ച് മീൻസ് 3 പ്ലസ് 4 ഇൻറ്റു 3 12, 12 പ്ലസ് 3 15. 3 ടേംസ് ഇപ്പോൾ നമുക്ക് കിട്ടി, A1 A2 A3. അപ്പോൾ നമ്മുടെ എ പി എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 7, സെക്കൻഡ് ടേം 11, തേർഡ് ടേം 15, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ദിസ് ഈസ് അവർ എ പി. ഓക്കെ, 7, 11, 15 അതാണ് നമ്മുടെ എ പി വരിക, എക്സെട്ര. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ പി കണ്ടുപിടിക്കാനാണ്, നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് അവർ പറയണത് ഏതാ, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഇൻ ഈച്ച് കേസ്. സമ്മ് കണ്ടുപിടിക്കണം. എത്ര ടേംസിൻ്റെ? 15 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറയണം. സമ്മ് കാണണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫോർമുലയാണ് ഉപയോഗിക്കണമെങ്കിൽ, സെക്കൻഡ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ലാസ്റ്റ് ടേം അറിയില്ല. ഫസ്റ്റ് ഫോർമുലയാണ് ഉപയോഗിക്കണമെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. വളരെ ഈസിയാണ്. 7, 11, 15 ആണെങ്കിൽ ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതാ വരിക, 11 മൈനസ് 7. 11 മൈനസ് 7 എന്ന് പറഞ്ഞാൽ ഏതാ, 4. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് ഏതാ, 4. അത് കിട്ടിയാലാണ് സമ്മ് കാണുള്ളൂ. സമ്മ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം, n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എന്നിൻ്റെ വാല്യൂ എത്രയാ, 15/2 ഇൻറ്റു 2a അല്ലേ. 2a എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ എത്രയാ, 7 പ്ലസ് n എന്ന് പറഞ്ഞാൽ എത്രയാ, 15 മൈനസ് 1 ഇൻറ്റു ഡി. കോമൺ ഡിഫറൻസ് ഏതാ, 4 അല്ലേ. which means 15/2 into 2 into 7 14 plus 15 minus 1 എന്ന് പറഞ്ഞാൽ എത്രയാ, 14 into 4. എക്ക് പകരം 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്പർ ഓഫ് ടേംസ് 15 ആണ്. 15 ടേംസ് എന്ന് പറയണത് 15 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്നിന് പകരം 15 കൊടുത്തു, കോമൺ ഡിഫറൻസ് 4, വിച്ച് മീൻസ് 15/2 ഇൻറ്റു 14 പ്ലസ് 14 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 56 അല്ലേ. വിച്ച് മീൻസ് 15/2 ഇൻറ്റു 70. 56ഉം 14ഉം ആഡ് ചെയ്യുമ്പോൾ എത്രയാ, 70. 270യിൽ കട്ട് ചെയ്യാം, എത്ര ടൈംസാ, 35. അപ്പോൾ 35 ഇൻറ്റു 15 എന്ന് വരും അല്ലേ. എന്ന് പറഞ്ഞാൽ 35 ഇൻറ്റു 15. You can multiply 25 remaining 2. So it will be 5, 2, 4, actually 525. That will be sum of 15 terms of an AP. 525. That will be the answer. ഇങ്ങനെയാണ് 15 ടേംസിൻ്റെ സമ്മ് കാണാൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു പ്രോബ്ലം ആണത്. എന്താ ചെയ്യേണ്ടത്, എന്നിന് 1 കൊടുത്താൽ ഫസ്റ്റ് ടേം, n2 കൊടുത്താൽ സെക്കൻഡ് ടേം, n3 കൊടുത്താൽ തേർഡ് ടേം. അപ്പോൾ ഒരു എ പി ആദ്യം നമുക്ക് കിട്ടും. അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി സമ്മ് കാണാനുള്ള ഫോർമുലയിൽ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതുപോലെ തന്നെയാണ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യനും ചെയ്യേണ്ടത്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. യു ക്യാൻ ട്രൈ യുവർ സെൽഫ്. ക്വസ്റ്റ്യൻ നമ്പർ 11. We are going to do 11th question. Okay, 11th question. If the sum of the first n terms of an AP is 4n minus n square, what is the first term? What is sum of first two terms? What is the second term? Similarly find the third and 10th and the nth terms. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഒന്ന് ആലോചിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. എക്സസൈസിലെ ഒരു തീർത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയാവുന്ന ഒരു പ്രോബ്ലം ആണ്. ഒന്ന് ആലോചിക്കണം, otherwise you will make mistakes. If the sum of first n terms of an AP, സം ആണ് തന്നിട്ടുള്ളത്, n ടേംസിൻ്റെ സം. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക നമ്മൾ, SN. അതാണ് തന്നിട്ടുള്ളത്. 4n മൈനസ് n സ്ക്വയർ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ nth ടേം ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ an ആണ് നമ്മൾ എടുത്തത്. ഇവിടെ nth ടേം അല്ല, ഏതാ തന്നിട്ടുള്ളത്, സം ഓഫ് n ടേംസ്. അപ്പോൾ SN ആണ് തന്നിട്ടുള്ളത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. സമ്മ് ആണ് എന്നിൻ്റെ ഫോമിൽ തന്നിട്ടുള്ളത്. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഫസ്റ്റ് ടേം കാണണം, സം ഓഫ് ദ ഫസ്റ്റ് 2 ടേംസ് കണ്ടുപിടിക്കണം, ആൻഡ് വാട്ട് ഈസ് ദ സെക്കൻഡ് ടേം. ഇങ്ങനെയുള്ള കുറേ സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആലോചിക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിന് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണിത്. അങ്ങനെയാണെങ്കിൽ SN ഈസ് ഈക്വൽ ടു 4n മൈനസ് n സ്ക്വയർ ആണെങ്കിൽ എന്നിന് ആദ്യം 1 കൊടുക്കുക, കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതാ വരിക, S1 ഈസ് ഈക്വൽ ടു, എന്നിന് 1 കൊടുത്താൽ വരെ എങ്ങനെയാണ്,
S1 is equal to 4 into ഈ എല്ലാ n-നും പകരം 1 കൊടുക്കണം. 4 into 1 minus 1 square. n കാണുന്നിടത്തൊക്കെ എന്ത് ചെയ്യുക? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So S1 is equal to 4 into 1 minus 1 square. 4 into 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. 1 square എന്ന് പറഞ്ഞാൽ 1 ആണ്. That means 4 minus 1 which will be equal to 3. Sum of one term is equal to 3. നിങ്ങൾക്ക് ഈ സം ഓഫ് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ വൺ ടേം എന്ന് പറഞ്ഞതിന് പകരം വേറെ ഏതെങ്കിലും ടേം പറയാനായിട്ട് പറ്റും. ഇതിന് പകരം വേറെ ഏതെങ്കിലും ടേം ഡിനോട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒരു ടേമിൻ്റെ സം എന്ന് പറയണത് തന്നെയാണ് ഫസ്റ്റ് ടേം എന്ന് പറയണത്. രണ്ടും സെയിം തന്നെയല്ലേ? ഒരു ടേമിൻ്റെ സം എന്ന് പറഞ്ഞാൽ ഏതാ? ഫസ്റ്റ് ടേം തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ S1 എന്ന് പറയണത് തന്നെയായിരിക്കും ഏത്? എ അല്ലെങ്കിൽ A1, ശരിയല്ലേ? ഒരു എ പിയിലെ ആദ്യത്തെ ടേം തന്നെയാണ് ആദ്യത്തെ ടേമിൻ്റെ സമ്മ്. അപ്പോൾ ആദ്യത്തെ ടേമിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏതാ? ഫസ്റ്റ് ടേം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ S1 3 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? A is equal to 3. ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടേമിൻ്റെ സം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം തന്നെയായിരിക്കും വരിക. അപ്പോൾ A എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരിക? 3 ആയിരിക്കും വരിക. അപ്പോൾ ഫസ്റ്റ് ടേം ഏതായിരിക്കും? 3. ഇതാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്? നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ n-ന് 1 കൊടുത്തപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ സമ്മ് കിട്ടിയെങ്കിൽ n-ന് 2 കൊടുക്കുക. അപ്പോൾ സം ഓഫ് 2 ടേംസ് കിട്ടില്ലേ? ഇതിനെ കണ്ടുപിടിക്കുക. S2 is equal to, വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. n-ന് വാല്യൂ കൊടുക്കുക. 4 into ഇവിടെ n-ന് എത്രയാവും കൊടുക്കേണ്ടത്? 2 ആയിരിക്കും. മൈനസ് 2 സ്ക്വയർ. n-ന് 2 കൊടുക്കുമ്പോൾ 4 into 2 8, 2 സ്ക്വയർ 4, 8 minus 4 4. സം ഓഫ് 2 ടേംസ് കിട്ടിയ എല്ലാവർക്കും എത്ര കിട്ടിയത്? 4 ആയിരിക്കും വരിക. അപ്പോൾ 2 ടേംസിൻ്റെ സം എന്ന് പറഞ്ഞാൽ n-ന് പകരം 2 കൊടുത്താൽ മതി. S2 is equal to 4. ഇനി നല്ലോണം ശ്രദ്ധിക്കണം. സം ഓഫ് 2 ടേംസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് കിട്ടി 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ സെക്കൻഡ് ടേം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് പറയാൻ പറ്റുമോ? സെക്കൻഡ് ടേം ഏതാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. നോക്ക് നിങ്ങൾ, ഒരു എ പി ഉണ്ട്. നമുക്ക് ആ എ പിയിലെ ഫസ്റ്റ് ടേം നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം, 3 ആണ് അല്ലേ? അത് തന്നെയാണ് സം ഓഫ് 1 ടേം എന്ന് പറയുന്നത് അല്ലേ? സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം. നമുക്കിപ്പോൾ അറിയാവുന്ന ഒരു കാര്യം S2, 2 ടേമിൻ്റെ സം ഓൾറെഡി അറിയാം 4. അതായത് ആദ്യത്തെ ടേമും രണ്ടാമത്തെ ടേമും കൂടി ആഡ് ചെയ്താലാണ് സം ഓഫ് 2 ടേംസ് കിട്ടുക. അത് എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 4 ആണെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ടേം കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? സം ഓഫ് 2 ടേംസ്ന്ന് ഫസ്റ്റ് ടേം എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ എന്താ വരിക? A2 കണ്ടുപിടിക്കാനായിട്ട് നല്ലോണം ശ്രദ്ധിക്കുക. സെക്കൻഡ് ടേം കിട്ടാനായിട്ട് 2 ടേമുകളുടെ സം ഉണ്ട്. അതിൽ നിന്ന് ആദ്യത്തെ ടേം അല്ലെങ്കിൽ S1 എന്ന് പറയുന്നത് തന്നെയാണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് കേട്ടോ. അത് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പോൾ S2 മൈനസ് S1 ഈസ് ഈക്വൽ ടു, S2 എന്ന് പറഞ്ഞാൽ ഏതാ? 4. S1 എന്ന് പറഞ്ഞാൽ നേരത്തെ കിട്ടിയിട്ടുണ്ട് ഏതാ? 3 ആണ് അല്ലേ? 4 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 1. ഇതായിരിക്കും സെക്കൻഡ് ടേം വരിക. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. സപ്പോസ് ഒരു എ പി ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. 1 3 അല്ലെങ്കിൽ വേണ്ട 2 5 8 എക്സെട്ര. ഇതിൽ ഫസ്റ്റ് ടേം 2 അല്ലേ? ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് S1 അല്ലെങ്കിൽ എന്ത് പറയാം? A എന്ന് പറയാം. നിങ്ങൾക്ക് 2 ടേമും കൂടി ആഡ് ചെയ്തത് തന്നു എന്ന് വിചാരിക്കുക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എത്രയാണ്? 7. അപ്പോൾ S2 എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 7. അപ്പോൾ S2 കിട്ടി. നിങ്ങൾക്ക് ഇനി സെക്കൻഡ് ടേം കിട്ടണം. അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? S2 എന്ന് ആരെ മൈനസ് ചെയ്താൽ മതി? ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ പോരെ. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എത്രയാ? 2. 7 മൈനസ് 2 അതായിരിക്കും എത്രാമത്തെ ടേം വരുന്നത്? രണ്ടാമത്തെ ടേം വരുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ 2 ടേമിൻ്റെ സമ്മ് കിട്ടിയിട്ട് സെക്കൻഡ് ടേം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? S2 എന്ന് ആദ്യത്തെ ടേം അല്ലെങ്കിൽ S1 അത് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് എപ്പോഴും ആലോചിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ടേമിൻ്റെ 2 ടേംസിൻ്റെ സമ്മിന്ന് ഫസ്റ്റ് ടേമിൻ്റെ സമ്മ് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് ഏത് കിട്ടും? A2 കിട്ടും. അപ്പോൾ A2 വിൽ ബി ഈക്വൽ ടു എത്രയായിരിക്കും വരിക? 1. അപ്പോൾ 2 ടേമിൻ്റെ സമ്മ് നിന്ന് ഫസ്റ്റ് ടേമിനെ കുറച്ചാൽ ബാക്കിയുള്ളത് ഏതായിരിക്കും വരിക? സെക്കൻഡ് ടേം ആയിരിക്കും വരിക. ആ ഐഡിയ ക്ലിയർ ആവണം. അതാണ് അതിലൊരു അല്പം ബുദ്ധിമുട്ടായിട്ടുള്ളത്. സിമിലർലി ഫൈൻഡ് ദ തേർഡ് ടേം എന്ന് പറയുന്നുണ്ട്. തേർഡ് ടേം കിട്ടാനായിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യാം. n ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കണം? 3 എന്ന് കൊടുക്കണം അല്ലേ? ആദ്യം S3 കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ 4 into 3 മൈനസ് 3 സ്ക്വയർ എന്നാവും. n-ന് 3 കൊടുക്കുക.
12 മൈനസ് 9 എന്ന് പറഞ്ഞാൽ എത്രയായി? 3 എന്ന് വരും അല്ലേ? 12 മൈനസ് 9 ഈസ് ഈക്വൽ ടു 3. അപ്പോൾ S3 ഈസ് ഈക്വൽ ടു വാട്ട് ഇറ്റ് വിൽ ബി? 3 എന്ന് വരും. ഇനി S3 3 ആണെങ്കിൽ നമുക്ക് തേർഡ് ടേം കണ്ടുപിടിക്കണം അല്ലേ? ഇതുപോലെ ഒന്ന് ആലോചിച്ച് പറയാൻ പറ്റുമോ? സെക്കൻഡ് ടേം കാണാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തത് എന്താ? S2 ന്ന് S1 മൈനസ് ചെയ്തു അല്ലേ? അപ്പോൾ തേർഡ് ടേം കാണാനായിട്ട് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടി വരിക? അവിടെ S2 എന്നുള്ളതിന് പകരം എന്ത് ചെയ്യും? സം ഓഫ് 3 ടേംസ് ആദ്യത്തെ 2 ടേമിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ ഏതാ? സെക്കൻഡ് 2 ടേംസിന്റെ സമ്മ് ഏതാ? S2. അത് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. S3 അതായത് 3 ടേമുകളുടെ സമ്മെന്ന് ആദ്യത്തെ 2 ടേമുകളുടെ സമ്മ് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. S3 മൈനസ് S2. ഇനി ഇതിൽ S3 എന്ന് പറയുന്നത് ഏതാ? 3. S2 എന്ന് പറയുന്നത് ഏതാ? 4 അല്ലേ? അപ്പോൾ 3 മൈനസ് 4 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? -1. അപ്പോൾ A3 വിൽ ബി ഈക്വൽ ടു വാട്ട് ഇറ്റ് വിൽ ബി? -1. എങ്ങനെ കിട്ടിയത്? S3 ഏത് മൈനസ് ചെയ്തു? S2 മൈനസ് ചെയ്തു. അപ്പോൾ നമ്മുടെ AP ഏകദേശം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഫസ്റ്റ് ടേം 3 ആയിരുന്നു. സെക്കൻഡ് ടേം ഏതാ? 1 ആണ്. തേർഡ് ടേം ഏതാ? -1 ആണ്, എക്സെട്ര. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, AP എന്താണ്? ഇൻക്രീസിങ് അല്ല, എന്താ ചെയ്യണത്? ഡിക്രീസിങ് AP ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ AP നമുക്ക് എല്ലാ ടേമുകളും ഇപ്പോൾ ആയി കഴിഞ്ഞു. നമുക്ക് ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് ടേം 3, സെക്കൻഡ് ടേം 1, തേർഡ് ടേം ഏതാ? -1. ഇങ്ങനെ ഏത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. നിങ്ങളോട് ഫോർത്ത് ടേം കാണാൻ പറയുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം? നിങ്ങൾ S4 മൈനസ് ഏതായിരിക്കും? S3. ഫിഫ്ത്ത് ടേം കാണാൻ പറഞ്ഞാലോ? S5 മൈനസ് S4. അതായത് സം ഓഫ് 5 ടൈംസ് സം ഓഫ് 4 ടൈംസ് മൈനസ് ചെയ്താൽ ബാക്കിയുള്ളത് ഏതായിരിക്കും? ഫിഫ്ത്ത് ടേം ആയിരിക്കും. ഇങ്ങനെ ഏത് ടേം ചോദിച്ചാലും നമുക്കറിയാം. ഇനി അവർ പറയുന്നത് ഫൈൻഡ് ദ 10th ടേം. അത് ഇതുപോലെ ചെയ്യാവുന്നതുള്ളൂ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആൻഡ് ദ nth ടേംസ്. nth ടേംസ് എന്ന് പറഞ്ഞാൽ എന്താ? ജനറൽ ആയിട്ടുള്ള nth ടേം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ആൻഡ് nth ടേം കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അപ്പം നമുക്ക് nth ടേം കാണാനായിട്ടുള്ള ഫോർമുല അറിയാം. an is equal to a plus n minus 1 into d ആണല്ലേ? അതിൽ a എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ 3 ആണ്. പ്ലസ് എന്നിന് പോലെ n തന്നെയാണ് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞ nth ടേം എന്ന് പറഞ്ഞാൽ n തന്നെയാണ് ഇവിടെ. ആൻഡ് nth ടേംസ് എന്ന് പറഞ്ഞാൽ n തന്നെ കൊടുത്തു. ഇൻറ്റു d കോമൺ ഡിഫറൻസ് അല്ലേ? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതാ വരിക? 1 മൈനസ് 3. 1 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -2. AP ഡിക്രീസ് ചെയ്യാണ്. കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആവും, നമുക്കറിയാം. 3 പ്ലസ് -2 കൊണ്ട് n മൾട്ടിപ്ലൈ ചെയ്താൽ -2n ആയി. -2 ഇൻറ്റു -1 എന്താവും? +2 എന്നായി മാറും അല്ലേ? എന്ന് പറഞ്ഞാൽ 3 + 2 5 ആയി. 5 മൈനസ് 2n അതായിരിക്കും നമ്മുടെ nth ടേം എന്ന് പറയുന്നത്. 5 മൈനസ് 2n. ഇവിടെ nth ടേം അല്ല തന്നത്, സം ഓഫ് n ടേംസ് ആണ്. നമ്മുടെ nth ടേം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരിക? 5 മൈനസ് 2n ആയിരിക്കും. ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ആലോചിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ സമ്മും ടേമും തമ്മിലുള്ള റിലേഷൻ അത് മനസ്സിലാക്കണം കേട്ടോ. ഇതാണ് അതിൻ്റെ ജനറലായിട്ട് പറയുകയാണെങ്കിൽ SN കാണാനായിട്ട് ജനറലായിട്ട് പറയാൻ പറ്റും. എങ്ങനെയാണ്? SN മൈനസ് SN മൈനസ് 1 അതായിരിക്കും നമ്മുടെ ഫോർമുല വരിക. അതായത് ഫിഫ്ത്ത് ടേം കാണാൻ പറഞ്ഞാൽ S5 മൈനസ് S4 അതുപോലെ ആലോചിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ നമ്പർ 12th ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് കമ്മിങ് 3 ക്വസ്റ്റ്യൻസ്. വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, പെട്ടെന്ന് ചെയ്യാം. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന പ്രോബ്ലംസ് ആണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 12. It is given like this. Find the sum of first 40 positive integers divisible by 6. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് 40 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. 40 എന്ന് പറയുന്നത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 40 പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാ? 6. 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? പിന്നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാ? 6ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും വരിക, 12. പിന്നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 18. അപ്പോൾ ആക്ച്വലി അവിടെ മീൻ ചെയ്യുന്നത് ഏതാ? 6, 12, 18. ഡിവിസിബിൾ ബൈ 6 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 6 തന്നെയാണ് അവിടെ അർത്ഥം. അപ്പോൾ ഏതാ വരിക? 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതിയാൽ മതി. 6, 12, 18 എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇനി അങ്ങനെ 40 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം എന്ന് പറയണം.
സം കണ്ടുപിടിക്കാനായിട്ടുള്ള ഫസ്റ്റ് ഫോർമുല ലാസ്റ്റ് ടേം അറിയാത്തതുകൊണ്ട് ഫസ്റ്റ് ഫോർമുല അപ്ലൈ ആണ്. Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി അല്ലേ. ഇതിൽ ഓരോ ടേമും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് 40 ആണ് അവർ തന്നിട്ടുണ്ട്. S40 ഈസ് ഈക്വൽ ടു 40/2 ഇൻറ്റു 2a, എയുടെ വാല്യൂ എത്രയാണ് 6 പ്ലസ് n എന്ന് പറഞ്ഞാൽ എത്രയാണ് 40 മൈനസ് 1 ഇൻറ്റു ഡി, കോമൺ ഡിഫറൻസ് 12 മൈനസ് 6, അല്ലെങ്കിൽ അറിയാം 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് 6 തന്നെയാണ് വരിക. അപ്പോൾ അവിടെ 6 വരും. 6 കൊണ്ട് ഡിവിസിബിൾ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, കോമൺ ഡിഫറൻസ് 6 ആയിരിക്കും. വിച്ച് മീൻസ് 40/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 20 അല്ലേ. 2 into 6 12 plus 40 minus 1 39 into 6, which you can write it as 20 into 12 plus 39 into 6 multiply ആണെങ്കിൽ 234 അല്ലേ. ആഡ് ചെയ്യുമ്പോൾ 20 into 234 plus 12 എന്ന് പറഞ്ഞാൽ 246 അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4920 അല്ലേ. 4920 ദാറ്റ് വിൽ ബി ദ സം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 6 കൊണ്ട് ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ 6 തന്നെ ആയിരിക്കും അതിൻ്റെ കോമൺ ഡിഫറൻസ് വരിക. ആദ്യം AP ഒന്ന് വെറുതെ എഴുതാം, എന്നിട്ട് അതിൽ ഓരോന്നിനും പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13 അതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 13th ക്വസ്റ്റ്യൻ ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 15 മൾട്ടിപ്പിൾസ് ഓഫ് 8. 8ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ നമ്പർ 8 ആണെങ്കിൽ നെക്സ്റ്റ് നമ്പർ ഏതാ 16, നെക്സ്റ്റ് നമ്പർ ഏതാ 24 എക്സെട്ര. അപ്പോൾ 8ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 8, 16, 24 എക്സെട്ര അങ്ങനെയാണ് വരിക. എത്ര ടേമിൻ്റെ സമ്മ ചോദിച്ചിട്ടുള്ളത് 15 ടേംസ് അല്ലേ. ഫോർമുലയിൽ കൊടുക്കുമ്പോൾ 15/2 ഇൻറ്റു 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എത്രയാണ് 8 പ്ലസ് 15 മൈനസ് 1 എന്നാണ് വരിക അല്ലേ. എന്ന് പറഞ്ഞാൽ എത്രയായി 14. n മൈനസ് 1 എന്ന് പറയുമ്പോൾ 15 നിന്ന് മൈനസ് ചെയ്യണം. 14 ഇൻറ്റു ഡി, കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയായിരിക്കും വരിക 8ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ, അപ്പോൾ 8 ആയിരിക്കും വരിക. വിച്ച് മീൻസ് 15/2 ഇൻറ്റു 2 ഇൻറ്റു 8 16 പ്ലസ് 14 ഇൻറ്റു 8 112 അല്ലേ. ആഡ് ചെയ്യുമ്പോൾ 15/2 ഇൻറ്റു 128 എന്ന് വരും അല്ലേ. 128 64 ടൈംസ് 15 ഇൻറ്റു 64 എന്ന് പറഞ്ഞാൽ 60 36 64 അല്ലേ പറഞ്ഞത്. 64 ഇൻറ്റു 15 അല്ലേ. So what you will be getting is 960. 960 എന്ന് വരും. 15ൻ്റെ മൾട്ടിപ്പിൾ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിട്ടൊരു മെത്തേഡ് ഇങ്ങനെ പറയും. 64 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് 64 എന്ന് പറയുന്നത് കൂടെ ഒരു 0 ആഡ് ചെയ്യാം. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 640 അല്ലേ വരിക. ഇനി 64ൻ്റെ ഹാഫ് എടുക്കുക എന്ന് പറഞ്ഞാൽ എത്രയാണ് 32 അല്ലേ. എന്നിട്ട് ഒരു 0 ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ് വരിക 960. അതിന് 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടൊരു ഈസി മെത്തേഡ് ഉണ്ട്. ആദ്യം ഇതിൻ്റെ കൂടെ ഒരു 0 ആഡ് ചെയ്യുക, പിന്നെ അതിൻ്റെ ഹാഫ് എടുത്ത് ഒരു 0 ആഡ് ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 15ൻ്റെ മൾട്ടിപ്പിൾ ആവും. അങ്ങനെ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. അപ്പോൾ 960 അതായിരിക്കും ആൻസർ വരിക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14 പറയണത് ഇതാണ്. ഫൈൻഡ് ദ സം ഓഫ് ദ ഓഡ് നമ്പേഴ്സ് ബിറ്റ്വീൻ 0 and 50. ഓഡ് നമ്പേഴ്സ് ബിറ്റ്വീൻ 0 and 50 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 0നും 50നും ഇടയിലുള്ള ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഡ് നമ്പർ 0 കഴിഞ്ഞ് വരുന്നത് 1 ആണ്. നെക്സ്റ്റ് ഏതാ 3, നെക്സ്റ്റ് ഏതാ 5 എക്സിട്ര. ഏത് വരെ പറഞ്ഞാൽ ബിറ്റ്വീൻ 50 എന്നല്ലേ പറയണേ. അപ്പോൾ 50ൻ്റെ തൊട്ട് മുന്നത്തെ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാ 49 ആയിരിക്കും ലാസ്റ്റ് ഓഡ് നമ്പർ. ക്ലിയർ അല്ലേ? 0 കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് ഓഡ് നമ്പർ 1, ലാസ്റ്റ് ഓഡ് നമ്പർ ഏതായിരിക്കും 49. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട AP. ഈ APയുടെ എത്ര സമ്മ കണ്ടുപിടിക്കേണ്ടത്? സം ഓഫ് ഓഡ് നമ്പേഴ്സ് ബിറ്റ്വീൻ 0 and 50. ഈ പ്രോബ്ലത്തിൽ നമ്പർ അവർ തന്നിട്ടില്ല, നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. എങ്ങനെയാണ് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുക? ഒരു ഫോർമുലയുണ്ട്. n ഈസ് ഈക്വൽ ടു ഏതായിരുന്നു ഫോർമുല? L - A/D + 1 അല്ലേ.
ഇവിടെ L എന്ന് പറഞ്ഞാൽ എത്രയാണ് 49, A എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ഇവിടെ ഏതാ വരുന്നത് 2 ആണ് അല്ലേ, പ്ലസ് 1. നമുക്കറിയാം ഓഡ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 2 ആയിരിക്കും എപ്പോഴും. 49 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയായി 48 by 2 plus 1 which means 24 plus 1 which is equal to 25. Number of terms നമുക്ക് കിട്ടി 25 ആണ്. ഫോർമുല നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതുപോലെ അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ് സം ഓഫ് n ടേംസ്. ഇവിടെ എത്ര ടേംസ് ഉള്ളത് 25 ടേംസ് ആണ്. അപ്പോൾ S25 is equal to ഈ എ പിയിലെ ലാസ്റ്റ് നമ്പർ നമുക്കറിയാം 49, 50യുടെ തൊട്ട് മുന്നേ വരുന്ന ഓഡ് നമ്പർ 49 അല്ലേ. അപ്പോൾ എ പിയുടെ സമ്മ് കാണാൻ സെക്കൻഡ് ഫോർമുല ആയിരിക്കും കുറച്ചും കൂടി ഈസി, n/2 ഇൻറ്റു എ പ്ലസ് എൽ. ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്ര 25/2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1, എൽ എന്ന് പറഞ്ഞാൽ 49 ഈക്വൽ ടു 25/2 ഇൻറ്റു 49 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 50. 250യിൽ 25 ടൈംസ് അല്ലേ, 25 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ എത്രയാ 625. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ 625. റിമൈനിങ് ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ തൊട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്കറിയാം പുതിയ ഇയറിൽ നമ്മൾ പോർഷൻ അത് ഡിലീറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസ് ആണ്. ഇതുവരെയുള്ള ഭാഗങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഓൾമോസ്റ്റ് ഈ എക്സസൈസിലെ എല്ലാ പ്രോബ്ലംസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വെറൈറ്റി ആയിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉള്ളൊരു എക്സസൈസാണ്, ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. ഓരോ പ്രോബ്ലം വരുമ്പോൾ ഏത് ഫോർമുല അപ്ലൈ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.